ഇവിടെ ശ്രീ ബി എൻ അസ്കർ നേരത്തെ പറഞ്ഞത് ലോ പോയിന്റ്സ് ആണ് കേട്ടോ, നിയമപരമായ വശങ്ങൾ കൂടിയാണ്. ശ്രീ ശ്യാമരാജ് ഇപ്പോൾ രംഗത്ത് വരാതെ ബെഞ്ചിലിരിക്കുന്ന വക്കീലന്മാരുടെ പേരൊന്ന് അന്വേഷിച്ച് നോക്കൂ, ശ്യാമരാജ് ഞെട്ടും. ട്രയൽ സമയത്ത് ഡൽഹിയിൽ നിറങ്ങാനുള്ള പവൻമാറ്റ് വക്കീലന്മാരുടെ വിവരങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ശ്യാമരാജ് ഞെട്ടും. വരാൻ പോകുന്ന ചെറിയ കളിയല്ല ശ്യാമരാജ്. അല്ല, തീർച്ചയായിട്ടും അതിലോട്ട് ഞാൻ വരാം കാശ്മീർ. അതിനു മുമ്പ് എനിക്കൊന്നും നമ്മൾ ഈ ഇരവാദമൊക്കെ പലതരത്തിലുള്ള ഇരവാദം നടന്നിട്ടുണ്ട്, കാണുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഇരവാദം നടത്താൻ വേണ്ടിയിട്ട് പാടില്ല. ഈ എൻ വാസുവിന് അദ്ദേഹത്തിന് നിറം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഏത് സമുദായത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് അദ്ദേഹം കള്ളനായത് അദ്ദേഹം കട്ടതുകൊണ്ടാണ്. കള്ളനെ കള്ളൻ എന്നല്ലാതെ ഹരിചന്ദ്രനൊന്നും വിളിക്കാൻ വേണ്ടി പറ്റില്ല. ശബരിമലയിലെ സ്വർണ്ണം കട്ടു, കട്ടയാളെ കള്ളൻ തന്നെ വിളിക്കും, അതിനകത്ത് സംശയമൊന്നും വേണ്ട. എന്തായാലും ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്ന ശ്രീ ഹസ്കറിന് ഒരു ന്യായീകരണത്തിന് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം തെറ്റാണെന്ന് ഞാനൊരു കാര്യം പറയും. ഇപ്പൊ അവിടെ അദ്ദേഹം പറയട്ടെ അധികം പറഞ്ഞു ക്ലറിക്കൽ മിസ്റ്റേക്ക്. ഇന്നലെ മുതൽ അദ്ദേഹം പറഞ്ഞ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഹാഷ്മി. ഇതിനകത്ത് ഒരു ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു പേപ്പറിൽ ഒപ്പിടുന്ന എങ്ങനെയാണെന്നറിയോ? അദ്ദേഹത്തിന് തൊട്ട് താഴെ കോൺഫിഡൻഷ്യൽ ഓഫീസർ ഉണ്ട്, അതിനും താഴെ ബോർഡ് ഓഫ് ലോ ഓഫീസർ ഉണ്ട്. അതായത് ഈ ഒരു മിനിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ബോർഡ് ലോ ഓഫീസറിന്റെ കയ്യിൽ ആദ്യം വരും, പിന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ കയ്യിൽ വരും, പിന്നെയാണ് കമ്മീഷണറുടെ കയ്യിൽ വരുന്നത്. അതായത് 3 തവണ ചെക്ക് ചെയ്തതിന് ശേഷം, ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് കയ്യിലോട്ട് വരുന്നത്. അല്ലാതെ വെറുതെ പോയിട്ട് ഒരാൾ ഒപ്പിട്ട് കൊടുക്കൊന്നുമില്ല. ഇനി അങ്ങനെ തന്നെ ആണെന്ന് വെച്ചോ, പിന്നെ ഈ പറയുന്ന വാസുവിന്റെ പണി എന്താണ്? അദ്ദേഹത്തിന്റെ പണി എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പന്റെ സ്വത്ത് പുറത്തോട്ട് പോവാതിരിക്കുക എന്നുള്ളത്, അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാതെ അതിനുള്ള ഒത്താശ ചെയ്തിട്ട് ഇങ്ങനെ നിരത്ത് കിടന്ന് ഉരുണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള 2 പേരും. പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് വരുന്ന സമയത്ത് ഇദ്ദേഹം ആ സമയത്ത് പ്രസിഡന്റ് ആണല്ലോ. ഈ എൻ വാസു എന്ന് പറയുന്ന ഇവരുടെ വാസു സാറ്, ഇവരുടെ നിറത്തിന്റെ പേരിൽ ഇവർ ഇരുവാദം മുഴക്കുന്ന വാസു സാറ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണല്ലോ. ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ കയ്യിലോട്ട് ഒരു കത്ത് വരികയാണ്, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണത്തിന്റെ ബാക്കി ഉരുക്കിയതിന്റെ ബാക്കി ഇരിപ്പുണ്ട്. കാശ്മീർ ആലോചിച്ച് നോക്കി, ഉരുക്കിയ സ്വർണത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ടെന്ന് ആ കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുമ്പോൾ ഇദ്ദേഹം ഒരു കാര്യം മിണ്ടുന്നില്ല. എന്നാൽ ഇദ്ദേഹം പറയേണ്ടത് ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണമാണ്, ഞാൻ സംരക്ഷിക്കേണ്ട ആളാണ്, നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും, അതല്ലെങ്കിൽ ഞാൻ മറ്റു നടപടികൾ സ്വീകരിക്കും. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കേണ്ട ഈ എൻ വാസു എന്താ ചെയ്തേ? ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, കേരളത്തിലെ മാധ്യമങ്ങളും ഞങ്ങളെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത്രയധികം അവധാനതയോടെ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ വിഷയം എന്താകുമായിരുന്നു? കേരളത്തിലെ ഈ പറഞ്ഞിട്ടുള്ള പത്മകുമാറും, ഈ പറഞ്ഞിട്ടുള്ള എൻ വാസുവും, ഇവരുടെ ഈ പറഞ്ഞിട്ടുള്ള വി എൻ വാസവനും, ഈ പറഞ്ഞിട്ടുള്ള കടമ്പള്ളി സുരേന്ദ്രനും, ഈ പറഞ്ഞിട്ടുള്ള കെ രാധാകൃഷ്ണനൊക്കെ കൂടി ഈ സ്വർണം കട്ട് തിന്നുമായിരുന്നു, ഈ സ്വർണം കൊള്ളയടിക്കുമായിരുന്നു. അതിന് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ കൊള്ളയടിച്ച സാധനം എവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ രാഹുൽ ഈശ്വർ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതിന് ഈ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ പല സൂചന നോക്കിയാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനൽ എവിടോ ഇരിപ്പുണ്ട്, അതിനെ പണം വാങ്ങി പുട്ടടിച്ചിട്ടുണ്ട് ഇവന്മാര്. നമ്മൾ അറിയില്ലായിരുന്നു. അടിച്ചോണ്ട് പോയില്ലേ, ഈ അടിച്ചോണ്ട് പോയിട്ട് ഒരു നാണം കെട്ട ഇരുവാദം ഇങ്ങനെ ഉന്നയിക്കാൻ വേണ്ടി നാണം വരില്ലേ ഇവർക്ക്? കള്ളന്മാരും തന്നെ വിളിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഹരിചന്ദ്രനൊന്നും അല്ല, എൻ വാസു അടക്കമുള്ളവർ കള്ളന്മാരാണ്. അവർ ജയിലിലാവണമെന്ന് അത് തന്നെയാണ് വേണ്ടി വരുന്നത്. അതല്ലാതെ ഒരു കാര്യം കൂടി, കാശ്മീർ ഒറ്റയ്ക്ക് കാര്യം, കാശ്മീർ ലാസ്റ്റ് ഒറ്റയ്ക്ക് കാര്യം. സമയത്തിന്റെ പ്രശ്നം ആയിക്കോട്ടെ, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആയിക്കോട്ടെ, രണ്ട് അഭിപ്രായം എങ്ങനെ വരിക? ഒരു ചർച്ചയില് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾക്ക് 2 അഭിപ്രായം എങ്ങനെ വരിക? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.